നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഈ അധ്യായത്തിന്റെ 18-ാമത്തെ ശ്ലോകം തൊട്ട് കുന്തി ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്ന വളരെ മനോഹരമായ ശ്ലോകങ്ങളാണ്. കുന്തി സ്തുതി എന്നാണ് ഇതിന് പ്രസിദ്ധി. 18-ാമത്തെ ശ്ലോകം തൊട്ട് കുന്തിയുടെ സ്തുതിയാണ്. ആ ഭാഗമാണ് നമ്മളിന്ന് അർത്ഥവിചാരം ചെയ്യുന്നത്. 18-ാമത്തെ ശ്ലോകം നോക്കുക. കുന്ത്യുവാച നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാമന്തർബഹിരവസ്ഥിതം. കുന്തി ഉവാച, കുന്തി ദേവി പറഞ്ഞു, സർവഭൂതാനാം അന്തഃ ബഹിഃ അവസ്ഥിതം അലക്ഷ്യം പ്രകൃതേഃ പരം ഈശ്വരം പുരുഷം ആദ്യം ത്വാ നമസ്യേ. എന്താണ് കുന്തിദേവി പറയുന്നത്? ത്വാ നമസ്യേ, ത്വാം നമസ്യേ, നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള ഭഗവാനെയാണ് കുന്തിദേവി നമസ്കരിക്കുന്നത്? സർവഭൂതാനാം അന്തർബഹിഃ അവസ്ഥിതം, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലും പുറത്തും നിലകൊള്ളുന്നവനായ ഭഗവാനെ. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലും പുറത്തും ഭഗവാനാണെങ്കിൽ അവിടെ ആ ജീവജാലങ്ങൾ ഭഗവാനല്ലേ എന്നുള്ള സംശയം വേണ്ട. ഭാഗവതത്തിൽ മറ്റ് പലയിടത്തും ആദാവന്തേ തഥാ അന്തരാളേപി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദിയിലും അന്ത്യത്തിലും അന്തരാളത്തിലും, അകത്തും പുറത്തും, ഇനി ഉൾഭാഗത്തിനും ബഹിർഭാഗത്തിനും ഇടയിലൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെയും. ഭഗവാൻ ഇല്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഭഗവാൻ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു എന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, എന്ന കാര്യത്തെ പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലും പുറത്തും എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ സർവത്ര എന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗവാൻ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു. ഉള്ളിലുള്ള ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ കണ്ണുകൾ നമ്മുടെ ഉള്ളിലുള്ള ദൃശ്യങ്ങളെ കാണാൻ പാകത്തിനല്ല നമ്മുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പരാഞ്ചിഖാന് വിതരണ സ്വയംഭൂഹു തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ ഇന്ന് ഉപനിഷത്തിലെ ഒരു മന്ത്രത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ സർവേശ്വരൻ അത് ബഹിർമുഖമായിട്ടാണ് വച്ച് തന്നിരിക്കുന്നത്. പുറത്തുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും, അകത്തുള്ളത് കാണാൻ സാധിക്കുകയില്ല. പുറത്തുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കും, അകത്തെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുകയില്ല. പുറത്തെ ഗന്ധത്തെ അറിയാൻ സാധിക്കും, അകത്തുള്ള ഗന്ധത്തെ അറിയാൻ സാധിക്കില്ല. പുറത്തെ സ്പർശനം നമുക്ക് അനുഭവപ്പെടും, അകത്തുള്ളത് സ്പർശനം നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇങ്ങനെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ പുറത്തെ അനുഭവങ്ങൾ നൽകുന്നതാണ്, അകത്തെ അനുഭവങ്ങൾ നൽകുന്നില്ല. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ശക്തി പരിമിതമാണ് എന്ന് പറയാനുള്ള ഒരു കാരണം. എന്നാൽ അകത്ത് മാത്രമല്ല, പുറത്തുമുണ്ട്. പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നിരന്തരമായിട്ട് പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി, നിരന്തരമായി സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, അത് ഭഗവാന്റെ ഒരു രൂപഭേദം തന്നെയാണ്. അന്തപുരുഷരൂപേണ കാലരൂപേണ യോ ബഹിഹി, ഉള്ളിൽ പുരുഷനായിട്ടും ജീവാത്മാവായിട്ടും പുറത്ത് കാലസ്വരൂപിയായിട്ടും ഉള്ളതിനെയൊക്കെ തന്നെ പരിണമിപ്പിച്ചും നശിപ്പിച്ചും വീണ്ടും ഉണ്ടാക്കിയും ഭഗവാന്റെ കളികൾ, ഭഗവാന്റെ ഒരു വിഹാരം ആണ് ഈ ലോകത്ത് എന്നും നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ വിഹാരം നമുക്ക് നമ്മുടെ ബാഹ്യ ചക്ഷുസ് കൊണ്ട് കാണാൻ സാധിക്കും. പക്ഷേ കാണുന്നുണ്ടെങ്കിൽ പോലും കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് സാധാരണ പറയാറുള്ളത് പോലെ കാണേണ്ടത് നമ്മൾ കാണുന്നില്ല. പശ്യന്നപി ച ന പശ്യതി മൂഢഃ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ
അതുപോലെ ഭാഗവതത്തിലും പശ്യന്നപി ന പശ്യതി എന്ന് ഭാഗവതത്തിലും ഒരു പദ്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും കുന്തിദേവി ഇവിടെ പറയുന്നു, സർവചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തും വസിക്കുന്നവനാണ്, പക്ഷേ അലക്ഷ്യം, കാണാൻ പറ്റാത്തവനാകുന്നു. എല്ലായിടത്തും വസിക്കുന്ന ആളായിട്ട് എന്താണ് കാണാൻ പറ്റാത്തത്? അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഭഗവാൻ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നവനും എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തവരുമാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കാത്ത വസ്തുവാണ്. പ്രകൃതേഹേ പരം, പ്രകൃതിക്ക് അതീതനാണ്. അതാണ് ഭഗവാനെ കാണാതിരിക്കാൻ ഒരു കാരണം. നമ്മൾ കാണുന്നത് പ്രകൃതിയെയാണ്. ആ പ്രകൃതിക്ക് അതീതനായിട്ടിരിക്കുന്ന, പ്രകൃതിയുടെ ഓരോ ചലനത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, പ്രകൃതി അതീതനായിട്ട്, പ്രകൃതി ബാഹ്യനായിട്ടും അല്ലെങ്കിൽ പ്രകൃതിയിൽ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നില്ല. വെള്ളത്തിൽ കഴിയുന്ന ഒരു മത്സ്യക്കുഞ്ഞിന് വെള്ളത്തിന് പുറത്തൊരു ലോകമുണ്ട് എന്ന് അറിയാത്തത് കൊണ്ട് അത് വെള്ളത്തെയും അറിയുന്നില്ല. വെള്ളം ഏതാണ് എന്ന് അറിയണമെങ്കിൽ വെള്ളത്തിന് പുറത്ത് പോയിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ അതിന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ ഭഗവാനിൽ നമ്മൾ നിലകൊള്ളുന്നു. ഭഗവാൻ സർവത്ര വ്യാപിച്ചു നിൽക്കുകയും നമ്മൾ ഭഗവാന്റെ സർവചരാചരങ്ങളും നത്തഹോൻ തേഷു തേ മയി, ഞാൻ സർവചരാചരങ്ങളിൽ കഴിയുകയല്ല, എല്ലാ ചരാചരങ്ങളും ഈ പ്രപഞ്ചം മുഴുവനും എന്നിലാണ് നിലകൊള്ളുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അന്തഹ ബഹീച്ച അവസ്ഥിതം എന്നുള്ള വിശേഷണത്തോടൊപ്പം തന്നെ ഭഗവാൻ എന്ന സർവവ്യാപിയായിരിക്കുന്ന സർവേശ്വരന്റെ ഉള്ളിലാണ് ഇതൊക്കെ കുടികൊള്ളുന്നത്. അപ്പോൾ ഭഗവാന്റെ വലുപ്പം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെയും അതിക്രമിച്ചു നിൽക്കുന്നതാണ്. അത്യതിഷ്ഠ ദശാങ്കുലം എന്ന് പുരുഷ സൂക്തത്തിൽ ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ ബ്രഹ്മാണ്ടത്തെയും അതിക്രമിച്ചുകൊണ്ട് വീണ്ടും അനേകം അങ്കുലങ്ങൾ ഭഗവാന്റെ വലുപ്പം കൂടുതലാണ് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയായിട്ടും ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. ആ ഭഗവാൻ ഈ പ്രകൃതിക്കും അതീതനായിട്ട്, പ്രകൃതിയേക്കാൾ ശക്തനായിട്ട് നിലകൊള്ളുന്നു. ആ പ്രകൃതിയെയും സൃഷ്ടിക്കുന്നവനായിട്ട് നിലകൊള്ളുന്നു. ആ പ്രകൃതിയുടെ അതീതനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഈശ്വരം എന്നും പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ ഈശ്വരനാണ്, നിയന്താവ് കൂടിയാണ്. അതുപോലെ പുരുഷം ആദ്യം, പുരുഷനാണ്, ഈ ഓരോ ജീവശരീരങ്ങളിലും വസിക്കുന്നവനാണ്. പുരേ അസ്മിൻ ശയാനഹ, ഈ ശരീരമാകുന്ന പുരത്തിൽ ശയിക്കുന്നവനാണ്. എല്ലാവരിലും ജീവാത്മസ്വരൂപത്തിൽ താരതമ്യേന വർത്തിക്കുന്നവനാണ്. ഏറിയും കുറഞ്ഞും ചൈതന്യത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കാണാം ജീവജാലങ്ങളിൽ നിന്നേ ഉള്ളൂ. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ ചൈതന്യം കൂടി ഉള്ളുന്നു. അതുകൊണ്ട് ആ ഭഗവാനെ പുരുഷൻ എന്ന് വിളിക്കുന്നു. എങ്ങനെയുള്ള പുരുഷനാണ്? ആദ്യം, ആദ്യനാണ് എന്ന് വെച്ചാൽ ആ ഭഗവാന് ശേഷമാണ് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടായത്. പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ ശക്തികളും ഉണ്ടായത് ഭഗവാന് ശേഷമാണ്. പക്ഷെ ഭഗവാൻ ഉണ്ടാവുക ഇല്ലാതാവുക എന്ന ആ പ്രവൃത്തികൾ ഭഗവാനില്ല. ഈ അവസ്ഥാന്തരങ്ങൾ ഭഗവാന് ഇല്ല. എങ്കിലും എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ നിലനിന്ന വസ്തുവായതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ആദ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. വാസ്തവത്തിൽ കുന്തിദേവിയേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ആളാണ് ശ്രീകൃഷ്ണനെങ്കിലും ഇവിടെ കുന്തിദേവി ഭഗവാനെ നമസ്കരിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ഈശ്വരനാണ്. അദ്ദേഹം പ്രകൃതിക്ക് അതീതനായിരിക്കുന്ന, പ്രകൃതിയുടെ നിയന്താവായിട്ട്, പ്രകൃതിയിൽ എല്ലാ ചരാചര വസ്തുക്കളെയും ഉള്ളിലും പുറത്തും വസിക്കുന്നവനായ സർവവ്യാപിയാണ്, സർവാന്തര്യാമയവുമാണ്. അങ്ങനെയുള്ള കൃഷ്ണനെയാണ്, അങ്ങനെയുള്ള ഭഗവാനെയാണ് കുന്തിദേവി നമസ്കരിക്കുന്നത്. അങ്ങനെ തൻ്റെ സ്തുതിയിൽ ആദ്യം തന്നെ ഭഗവാനെ ഈശ്വരനായും പ്രകൃതിയുടെ വിധാതാവായിട്ടും അതുപോലെ ആദ്യ പുരുഷനായിട്ടും ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു. അടുത്ത ശ്ലോകത്തിൽ എന്താണ് കുന്തിദേവി പറയുന്നത് നോക്കൂ. മായാജവനികാച്ഛന്നമജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാ നട്ടോ നാട്യധരോ യഥാ. മായാജവനികാച്ഛന്നം അധോക്ഷജം അവ്യയം ത്വം നാട്യധരഃ നടഃ യഥാ മൂഢദൃശ ന ലക്ഷ്യസേ അജ്ഞാ അഹം നമസ്യേ. വീണ്ടും കുന്തിദേവി നമസ്കരിക്കുകയാണ് ഭഗവാനെ. എന്താണ് ഇവിടെ നമസ്കരിക്കാൻ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്? നേരത്തെ പറഞ്ഞു അദ്ദേഹം സർവഭൂതേഷു അവസ്ഥിതനാണ്, സർവഭൂതങ്ങളിലും അവസ്ഥിതനാണ്, നിലകൊള്ളുന്നവനാണ്, പക്ഷെ കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട്
കുന്തിദേവി പറയുന്നു, മായാജവനികാച്ഛന്നം, മായയാകുന്ന യവനിക കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നവനാണ്. ഭഗവാനും നമുക്കും ഇടയിൽ ഒരു യവനികയുണ്ട്, ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. ആ യവനിക എന്തിനെ കൊണ്ടുള്ള യവനികയാണ്? മായ കൊണ്ടുള്ള യവനികയാണ്. ആ മായയുടെ അധീശനും ഭഗവാൻ തന്നെയാണ്. എങ്കിലും ഭഗവാൻ ആ കർട്ടൻ്റെ, ആ യവനികയുടെ മറുവശത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മളിതിൻ്റെ ഈ വശം ഇരിക്കുന്നു. യവനികക്ക് അപ്പുറത്ത് ഭഗവാൻ ചെയ്യുന്ന നാട്യങ്ങളെ വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ നിഴല് ഒരുപക്ഷെ ആ യവനികയിൽ പതിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് പരമസത്യം. ഭഗവാൻ മായ കൊണ്ട് സൃഷ്ടിച്ചതായി പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും എല്ലാ തരത്തിലുള്ള സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളും പരമസത്യമാണ്. അത് എന്നും ഉണ്ടാകും. ഞാനും ഈ ശരീരവും എന്നും ഉണ്ടായിരിക്കും. ചുറ്റുപാടും കാണുന്ന പ്രകൃതി എന്നുമുണ്ട്. അത് എനിക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പെരുമാറുന്നു. അനുകൂലമായിട്ട് പെരുമാറുമ്പോൾ എനിക്ക് സുഖമുണ്ടാകുന്നു, ഈ പ്രതികൂലമായിട്ട് പെരുമാറുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകുന്നു. ഇങ്ങനെ സുഖ ദുഃഖ സമ്മിശ്രമായ ഈ ലോകത്തിൻ്റെ ഈ ചലനത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ച അവിടെ സൃഷ്ടിക്കുന്നത് ആരാണ്? അത് ഭഗവാനാണ്. ആ ഭഗവാൻ യവനികയിലാണ് ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മായയാകുന്ന ആ യവനിക ഭഗവാന്റെ സത്യസ്വരൂപത്തെ ദർശിക്കാൻ നമുക്കൊരു തടസ്സമായിട്ട് മധ്യത്തിൽ നിൽക്കുന്നു. അങ്ങനെ മായായവനികയിൽ മറക്കപ്പെട്ടവനായിരിക്കുന്ന അധോക്ഷജൻ, അധോക്ഷജനെയാണ് നമസ്കരിക്കുന്നത്. എന്താണ് അധോക്ഷജൻ എന്ന് വെച്ചാൽ അർത്ഥം? അധഃ സ്ഥിതം അക്ഷജം ഇന്ദ്രിയജം ജ്ഞാനം യസ്യ സഹ അധോക്ഷജഃ തം അധോക്ഷജം. യാതൊരുവൻ്റെ അക്ഷജം ജ്ഞാനം, അക്ഷം എന്ന് വെച്ചാൽ കണ്ണ് എന്നൊരു അർത്ഥമുണ്ട്. അതോടൊപ്പം അത് മുഴുവൻ ഇന്ദ്രിയങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാക്ക് കൂടിയാണ് അക്ഷം. അപ്പോൾ അക്ഷജം എന്ന് വെച്ചാൽ അക്ഷങ്ങളെ കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കുന്നതായ ജ്ഞാനമാണ് അക്ഷജം. അപ്പോൾ ആ അക്ഷജമായ ജ്ഞാനം, ഇന്ദ്രിയജന്യമായ ജ്ഞാനം ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ അമർത്തി വച്ചിരിക്കുന്നു. അധസ്ഥിതം, അതിനെ ഭഗവാൻ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വിധേയനല്ല. ഇന്ദ്രിയാതീതമായ പരമജ്ഞാനത്തെയാണ് ഭഗവാൻ വഹിക്കുന്നത്. അതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയനായിട്ട് ജീവിക്കുന്ന, ഇന്ദ്രിയങ്ങളുടെ മായാവലയത്തിൽ പെട്ടുകിടക്കുന്ന ഒരാളിന് ഭഗവാനെ കാണാൻ സാധിക്കില്ല, ഭഗവാനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇന്ദ്രിയജന്യമായ അറിവിൽ നിന്നും വിഭിന്നനായിട്ട്, അല്ലെങ്കിൽ ഇന്ദ്രിയജന്യമായ അറിവിന് അതീതനായിട്ട്, യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് ഉപനിഷത്തുകളിൽ പറഞ്ഞതുപോലെ, വാക്കുകൊണ്ടും മനസ്സുകൊണ്ട് സങ്കല്പിക്കാനും വാക്കുകൊണ്ട് വിവരിക്കാനും പറ്റാത്തതായ, വാക്കുകളും മനസ്സും ഏതൊരിടത്ത് ചെന്ന് വിശ്രാന്തിയെ പ്രാപിക്കുന്നുവോ, ഇവിടെ ചെല്ലുന്ന സമയത്ത് അത് പ്രവർത്തനരഹിതമായി തീരുന്നു, അല്ലെങ്കിൽ അതിന് വർണ്ണിക്കാൻ സാധിക്കാതെ അവിടെ ചെന്ന് തിരിച്ചു വരേണ്ടി വരുന്നുവോ, ആ ഇടമാണ്, ആ പദമാണ് വിഷ്ണു പദം, അല്ലെങ്കിൽ ആ പദമാണ് ശ്രീകൃഷ്ണന്റെ പരംബ്രഹ്മത്തിൻ്റെ ഇടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ അധോക്ഷജൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള അധോക്ഷജനായ ഇന്ദ്രിയജ്ഞാനങ്ങൾക്ക് അതീതനായിട്ട് നിൽക്കുന്ന, ഇന്ദ്രിയജ്ഞാനം കൊണ്ട് അറിയപ്പെടാൻ സാധിക്കാത്തവനായ ആ ഭഗവാനെ അവ്യയം, ഒരിക്കലും വ്യയമില്ലാത്ത, ക്ഷയമില്ലാത്തവനായത് കൊണ്ടാണ് ഭഗവാനെ അവ്യയൻ എന്ന് വിളിക്കുന്നത്. ഭഗവാന്റെ ശക്തിയുടെ, ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ, ഭഗവാന്റെ പരമമായ ആ ശക്തിയുടെ ഏകാംശേന സ്ഥിതോ ജഗത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ശക്തിയുടെ ഒരംശം കൊണ്ടാണ് ഈ ജഗത്തിനെ, ഈ ബ്രഹ്മാണ്ടത്തെ ഞാൻ പിടിച്ചു നിർത്തുന്നത്, താങ്ങി നിർത്തുന്നത്, സൃഷ്ടിക്കുന്നതും അതിനെ കൊണ്ട് കളികൾ കളിക്കുന്നതും. അപ്പോൾ ഭഗവാന്റെ അപാരമായിട്ടുള്ള, അപരിമിതമായിട്ടുള്ള ശക്തി മുഴുവനും ഉപയോഗിച്ചിട്ടില്ല. വളരെ ചെറിയൊരു അംശം ശക്തി പ്രയോഗിച്ചിട്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആ ഒരു അംശം ശക്തി പ്രയോഗിച്ചാലും ഭഗവാന്റെ ശക്തി കുറഞ്ഞു പോകുന്നില്ല. ഒരു വിളക്കിൻ്റെ തിരിനാളത്തിൽ നിന്നും, ഒരു ദീപനാളത്തിൽ നിന്നും, ദീപജ്വാലയിൽ നിന്നും ഒരു 100 കോടിക്കണക്കിന് മറ്റ് ദീപങ്ങളെ ജ്വലിപ്പിച്ച് കത്തിച്ചെടുത്താലും ആദ്യത്തെ ദീപത്തിലെ ആ അഗ്നിനാളത്തിന് ഒരു കുറവും സംഭവിക്കാത്തതുപോലെ ഭഗവാന്റെ ശക്തി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും ഭഗവാന്റെ ശക്തിക്ക് ഒരു ഇളവും സംഭവിക്കുന്നില്ല, ഒരു വ്യയവും സംഭവിക്കുന്നില്ല, ക്ഷയം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാനെ അവ്യയൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ എന്തു ചെയ്യുന്നു? ഇവിടെ ഈ യവനികയുടെ മറയത്ത് നിന്നുകൊണ്ട് നാട്യധരഃ നടഃ യഥാ,
നാട്യത്തെ ധരിച്ചിരിക്കുന്നവനായ നടൻ. ഒരു നടൻ പാട്ട് പാടും, നൃത്തം ചെയ്യും, മുഖം കൊണ്ട് ഭാവാഭിനയം കാണിക്കും, കൈകൾ കൊണ്ട് ആംഗികമായ മുദ്രകൾ, വേഷവിധാനങ്ങൾ, പലതരം വേഷവിധാനങ്ങൾ അണിയും. അപ്പോൾ ഒരു നടൻ്റെ അഭിനയം പലതരത്തിലാണ്. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം, 4 വിധത്തിലാണ് ഭരതമുനിയുടെയും മറ്റും നാട്യശാസ്ത്രത്തിൽ 4 തരം അഭിനയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സാത്വികമായ അഭിനയം എന്ന് വെച്ചാൽ മുഖഭാവമാണ്. ആംഗികം എന്ന് കൈകാലുകൾ കൊണ്ടുള്ള ചലനമാണ്. ആഹാര്യം എന്ന് പറയുന്നത് വസ്ത്രധാരണ കൊണ്ടുണ്ടാക്കുന്ന ചില ബോധങ്ങളാണ്. അതുപോലെ വാചികം എന്ന് പറയുന്നത് സംഭാഷണങ്ങളാണ്. ഈ 4 തരത്തിലുള്ള അഭിനയങ്ങളെ കൊണ്ട് ഒരു നടൻ തൻ്റെ നടത്വം മറച്ചു വെച്ചുകൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ, ഒരു കഥാനായകനെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ ആണ് വേദിയിൽ, സ്റ്റേജിൽ തൻ്റെ കൊണ്ട് അവതരിപ്പിക്കുന്നത്. അത് കാണുന്ന തത്വബോധമില്ലാത്ത ഒരാൾക്ക്, സത്യബോധമില്ലാത്ത ഒരാൾക്ക് അത് നടനാണെന്ന് തോന്നുകയില്ല. നടൻ്റെ അഭിനയ സാമർഥ്യം കൊണ്ടും ആ കഥാപാത്രവുമായിട്ടുണ്ടായ താതാത്മ്യം കൊണ്ടും കാണുന്ന കാഴ്ചക്കാരൻ, പ്രേക്ഷകൻ എന്ന് വിചാരിക്കുന്നു അത് യഥാർത്ഥ കഥാപാത്രമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ നടൻ കരയുമ്പോൾ ഈ പ്രേക്ഷകൻ കരയുന്നു, നടൻ ചിരിപ്പിക്കുമ്പോൾ ഈ പ്രേക്ഷകൻ ചിരിക്കുന്നു. ചിലപ്പോൾ അവിടെ വേഷം കെട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ കലാമണ്ഡലം ഗോപിയാശാനായിരിക്കാം, കലാമണ്ഡലം കൃഷ്ണനായരായിരിക്കാം. ആ കൃഷ്ണനായരെയും ഗോപിയാശാനെയും അല്ല കാണുന്നത്, അവരുടെ സ്ഥാനത്ത് നളനെയോ അല്ലെങ്കിൽ അർജുനനെയോ അല്ലെങ്കിൽ രൗദ്രഭീമനെ കണ്ട് നമ്മൾ ഭയപ്പെട്ട് അലറിക്കരയുന്നു ചില ആളുകൾ. അപ്പോൾ അവർ അതിലെ നടനെ കാണുന്നില്ല, നടൻ്റെ അഭിനയ മികവ് അവർ കാണുന്നില്ല, മറിച്ച് അത് ആ കഥാപാത്രമാണ് എന്ന് കരുതിയിട്ടാണ് നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടി ആയാലും മറ്റേതെങ്കിലും നടനായി കഴിഞ്ഞാലും നടിയായി കഴിഞ്ഞാലും അഭിനയിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നടക്കുന്നതാണ് എന്നുള്ള ഒരു മിഥ്യാബോധമുണ്ടായി നമ്മളെന്ത് ചെയ്യുന്നു, അവരുടെ സുഖദുഃഖത്തെ നമ്മളിലേക്ക് നമ്മൾ പകർന്നെടുക്കുന്നു. സാധാരണീകരണം എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഈ കാവ്യങ്ങളിലും അതുപോലെ നാടകങ്ങളിലും ഒക്കെ തന്നെ, സാഹിത്യകൃതികളിലൊക്കെ തന്നെ, കലാകൃതികളിലൊക്കെ തന്നെ ഈ സാധാരണീകരണം സംഭവിക്കുമ്പോഴാണ് കഥാപാത്രത്തിൻ്റെ ഭാവത്തെ നമ്മളിലേക്ക് നമുക്ക് പകർന്നു കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയിലുള്ള നടത്വത്തെ, ആ കലാകാരനെ നമ്മൾ കാണുന്നില്ല. അതുപോലെയാണ് ഭഗവാനാണ് ശാശ്വത സത്യമായിരിക്കുന്ന ഭഗവാൻ ഈ പ്രപഞ്ച നിർമ്മാണ വിധിയിലൂടെ നിരവധി കെട്ടുകാഴ്ചകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. പലതരം നടനങ്ങൾ, പലതരം ഗാനങ്ങൾ, പലതരം രൂപങ്ങൾ, ഭാവങ്ങൾ, വേഷങ്ങൾ ഒക്കെ നമ്മളെ കാണിച്ചുകൊണ്ട് നമ്മളെ മയക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ ഭഗവാന്റെ സൂത്രപ്പണിയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? മൂഢദൃശ ന ലക്ഷ്യസേ, മൂഢന്മാരുടെ കണ്ണുകൊണ്ട് ഇത് ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല. ജ്ഞാനിയുടെ കണ്ണുകൊണ്ട് മാത്രമേ, ജ്ഞാനചക്ഷുസ് കൊണ്ട് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഭഗവാനെ കാണാതിരിക്കാൻ കാരണം. അപ്പോൾ ഞാനൊരു മൂഢയാണ്, കുന്തി പറയുന്നു, ഞാൻ മൂഢയാണ്, എനിക്ക് ജ്ഞാനമില്ലാത്തവളാണ്. ഞാൻ അധോക്ഷജനെ കാണാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ അക്ഷജമായ ഇന്ദ്രിയജന്യമായ ജ്ഞാനത്തെ, ഇന്ദ്രിയജന്യമായ അറിവിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ആ ഭൗതികമായ അറിവിൽ നിന്നും മുക്തി കിട്ടുന്നില്ല. കാരണം കൊണ്ട് ഭഗവാൻ സ്വരൂപത്തെ ഇവിടെ മറച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അജ്ഞയായിട്ട്, മൂഢയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ മൂഢയായ എനിക്ക് അങ്ങയെ ഭജിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അങ്ങയെ നമസ്കരിക്കുക മാത്രം ചെയ്യാം. ഇതാണ് കുന്തിദേവിയുടെ ആ വരികളുടെ ആ സ്തുതിയുടെ ഈ ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം. അടുത്ത ശ്ലോകത്ത്, 20ാമത്തെ ശ്ലോകത്തിലെ കുന്തി എന്ത് പറയുന്നു നോക്കൂ. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയ. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയ. പരമഹംസാനാം മുനീനാം അമലാത്മനാം തഥാ ഭക്തിയോഗവിധാനാർത്ഥം സ്ത്രിയ വയം കഥം ഹി പശ്യേമ. പരമഹംസന്മാരും മുനിമാർക്കും അമലാത്മാ, പരിശുദ്ധമായ മനസ്സോട് കൂടിയിട്ടുള്ള ആളുകൾക്കും തഥാ അങ്ങനെ തന്നെയാണ്. പരമഹംസന്മാരായിട്ടുള്ള ആളുകൾ, പരമഹംസ പദവി എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള, ആധ്യാത്മികമായിട്ടുള്ള യോഗാനുഷ്ഠാനത്തിൻ്റെ
ഏറ്റവും ഉയർന്നതായ ഒരു തലമാണ് പരമഹംസ പദവി. ഹംസാവസ്ഥയും പരമഹംസാവസ്ഥയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പരമഹംസന്മാരായിട്ടുള്ള ആളുകൾ, പരമഹംസാനം എന്നുള്ളതിന് ശ്രീധരാചാര്യ സ്വാമികൾ കൊടുത്തിരിക്കുന്ന അർത്ഥം ഈ ഒരു സാങ്കേതിക പദമായിട്ടല്ല. അതിൻ്റെ സാധാരണ അർത്ഥം എന്താണ്? ആത്മാനാത്മവിവേകിനാം എന്നുള്ള അർത്ഥം എടുത്താൽ മതി. പരമഹംസാനം, പരമഹംസന്മാർ. ഹംസം എന്ന പക്ഷി വിവേകത്തിൻ്റെ പ്രതീകമാണ്. പാലും വെള്ളവും കലർത്തി കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നീരക്ഷീര വിവേകം ഉള്ളത് കൊണ്ട് ഈ ഹംസം എന്തു ചെയ്യും? പാലിനെ മാത്രം ഊറ്റി കുടിക്കും എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ആത്മാനാത്മ വിവേകമുള്ള, ആത്മാവ് ഇന്നതാണ്, ഇത് ബാക്കിയുള്ളത് ഈ ശരീരവും ഈ മിഥ്യാ പ്രപഞ്ചവും ആത്മാവല്ല, ഏതാണ് ആത്മാവല്ലാത്തത്, ഏതാണ് പരമസത്യം, ഏതാണ് മിഥ്യ എന്നുള്ള തിരിച്ചറിവിനെയാണ് ആത്മീയതയിൽ വിവേകം എന്ന് വിളിക്കുന്നത്. ഈ വിവേകം, ആത്മാനാത്മ വിവേകം നേടിയിട്ടുള്ള ആളുകളെയാണ് പരമഹംസന്മാർ. ഹംസത്തിൻ്റെ സ്വഭാവം അവർക്കുണ്ട്. അവർ ഈ നീരക്ഷീരത്തിൽ നിന്ന് ക്ഷീരത്തെ എടുക്കുന്നു, സംസാരത്തിൽ നിന്നും സം കളഞ്ഞ് അതിൻ്റെ സാരത്തെ എടുക്കുന്നു എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരെ പറയാറുണ്ട്. അവർ സാരഗ്രാഹികളാണ്. അപ്പോൾ സാരഗ്രാഹികളായ ആളുകളെ ആത്മാനാത്മ വിവേകിനാം എന്നാണ് പരമഹംസാനം എന്ന പദത്തിന് അർത്ഥം. അതുപോലെ മുനീനാം, മനനശീലാനാം, മനനം ചെയ്യുന്നവനാണ് മുനി. ആ മുനിയുടെ ഭാവമാണ് മൗനം. അപ്പോൾ അവർ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് ആവൃത്തചക്ഷുഹു അമൃതത്വമിച്ഛൻ, അമൃതത്വത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ആവൃത്തചക്ഷുവായിട്ട്, ഉപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് അവർ അടക്കിയിട്ട് ഉള്ളിലുള്ള പരമമായ തത്വത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മനനശീലം ഉള്ളവരായ ആളുകളാണ് മുനിമാർ. ആ മുനിമാർക്കും അപി, പരമഹംസാന മുനീനാം അപി എന്ന ഒരു അവ്യയം നമ്മളവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കേണ്ടതുണ്ട്. നേരത്തെ തൊട്ട് മുമ്പുള്ള ശ്ലോകവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തണമെങ്കിൽ അവിടെ അപി എന്ന ഒരു അവ്യയം അവിടെ നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ പരമഹംസന്മാർക്കും മുനിമാർക്കും ആത്മാനാത്മ വിവേകം നേടിയ ആളുകൾക്കും മനനശീലന്മാരായിട്ടുള്ള മഹർഷിമാർക്ക് പോലും എന്ത് സംഭവിക്കുന്നു? അങ്ങനെ തന്നെയാണ്, അലക്ഷ്യനാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. മുനിമാർ പോലും വളരെ അപൂർവമായിട്ട് മാത്രമേ ഭഗവാന്റെ ആ ദിവ്യസ്വരൂപത്തെ ദർശിക്കുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഭക്തിയോഗ വിധാനാർത്ഥം സ്ത്രീയ വയം കഥം ഹി പശ്യേമ, ഭക്തിയോഗ വിധാനത്തിൻ്റെ അർത്ഥമായിട്ടുള്ള ഭഗവാനെ, ഭക്തിയോഗം കൊണ്ട് സാക്ഷാത്കരിക്കപ്പെടേണ്ടവനായ ആ ഭഗവാനെ സ്ത്രീകളായ ഞങ്ങൾ എങ്ങനെയാണ് കാണുക, എങ്ങനെയാണ് ഭഗവാനെ അറിയുക എന്നാണ് അതിൻ്റെ ആന്തരാർത്ഥം. ഞങ്ങൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് സാധാരണ രീതിയിൽ ഈ ഗുരുകുല വിദ്യാഭ്യാസമില്ല, വേദാധ്യയനം ചെയ്യാറില്ല. അവർ വീട്ടിലിരുന്നു കൊണ്ട് ഭർത്തൃ ശുശ്രൂഷ, അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക, കുട്ടികളെ പരിചരിക്കുക, വീട് വൃത്തിയാക്കുക തുടങ്ങിയ സ്വധർമ്മം ആചരിച്ചുകൊണ്ട് കഴിയുന്നവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് അവർ താഴ്ന്നവരാണ് എന്ന അർത്ഥമൊന്നുമില്ല. അവർക്ക് അവരുടേതായ സ്ഥാനമുണ്ട്. സമൂഹത്തിൽ ഓരോരോ കർമ്മം ചെയ്യുന്നവർക്കും അവരവരുടേതായ സ്ഥാനമുണ്ട്. എല്ലാവർക്കും വേണ്ടത്ര മാന്യത, പദവി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ ധർമ്മം എന്താണെന്ന് സ്മൃതികൾ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് അതിനെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് അവർക്ക് വേദം മുതലായിട്ടുള്ള ശാസ്ത്ര പഠനത്തിന് അവർക്ക് അവസരം കിട്ടുന്നില്ല എന്നാണ് ഇവിടെ കുന്തി പറയുന്നതിൻ്റെ സാരം. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ മഹർഷിമാർക്ക്, മുനിമാർക്കും പരമഹംസന്മാർക്ക് പോലും കാണാൻ സാധിക്കാത്തതായ ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ള ഒരു വിനയ പ്രകടനമാണ് അവിടെ ചെയ്യുന്നത്. വാസ്തവത്തിൽ വേദാന്തങ്ങൾ പഠിച്ചത് കൊണ്ടോ പരമഹംസ പദവിയിൽ എത്തിയത് കൊണ്ടോ മുനിമാരായി തീർന്നത് കൊണ്ടോ ഭഗവാനെ കാണാൻ സാധിക്കണമെന്നില്ല. ഇതൊന്നുമില്ലാത്ത ആളുകൾക്ക് ധാരാളമായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ട്. നരസിംഹമൂർത്തിയെ ദീർഘകാലം തപസ് ചെയ്ത ആ പത്മപാദസ്വാമിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ചാത്തൻ എന്ന കാട്ടാളന് നരസിംഹമൂർത്തി തൻ്റെ സ്വരൂപം ആദ്യം കാണിച്ചു കൊടുത്തു. ആ കാട്ടാളനാണ്, ചാത്തൻ എന്ന കാട്ടാളനാണ് നരസിംഹമൂർത്തിയെ വള്ളികളെ കൊണ്ട് ബന്ധിച്ച് ഈ ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് നിർത്തി കൊടുത്തത്. കാരണം അദ്ദേഹം നിഷ്കളങ്കനായ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് നരസിംഹമൂർത്തി ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഈ കാട്ടിലുള്ള ഒരു ജീവിയാണ് എന്നാണ് ധരിച്ചു വെച്ചത്. പക്ഷേ ഉടൽ മനുഷ്യൻ്റെയും ശിരസ് സിംഹത്തിൻ്റെയും ആയിട്ടുള്ള ഒരു രൂപത്തെ
ഈ തപസ്വിയായ പത്മപാദരെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാട്ടിൽ ഊണും ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് തീവ്രമായ ആ ഒരു ധ്യാനത്തോടു കൂടിയിട്ട് അദ്ദേഹം നരസിംഹത്തെ അന്വേഷിക്കുകയും നരസിംഹമൂർത്തി അദ്ദേഹത്തിന് പ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതൊരു ഐതിഹ്യ കഥയാണ്. പറഞ്ഞു വരുന്നത് സ്ത്രീകളായതുകൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കില്ല, ശൂദ്രനായതുകൊണ്ട് കാണാൻ സാധിക്കില്ല, കാട്ടാളനായതുകൊണ്ട് സാധിക്കില്ല എന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ കുന്തിദേവി താനൊരു സ്ത്രീയാണല്ലോ, താൻ ശാസ്ത്രപഠനം ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശാസ്ത്രാധീതി ഉള്ള ആളുകൾക്ക് പോലും കാണാൻ സാധിക്കാത്ത ഭഗവാനെ എനിക്ക് കാണാൻ സാധിക്കുക, ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് കാണാൻ സാധിക്കുക എന്നാണ് കുന്തിദേവിയുടെ ഒരു വിനയ പ്രകടനം എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ കാണാൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഭക്തിയോഗം അനുഷ്ഠിക്കാൻ എങ്ങനെ സ്ത്രീകൾക്ക് സാധിക്കും എന്നാണ് കുന്തിദേവിയുടെ ചോദ്യം. അങ്ങനെ ഭഗവാനെ ഭജിക്കാനുള്ള യോഗ്യത എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ പറയുന്ന നിഷ്കളങ്കമായ ഭക്തിയാണ് വേണ്ടത് എന്നാണ് ഇവിടെ ഈ വരികളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം. ഒടുവിൽ കുന്തിദേവി അങ്ങനെ ഭക്തിയോഗം അനുഷ്ഠിക്കാനോ തപസ് ചെയ്യാനോ മൗനം ശീലിക്കാനോ മനനം ചെയ്യാനോ ഒന്നും തന്നെ മെനക്കെടാതെ വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ, സഹജമായ ലളിതമായ ശൈലിയിൽ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. ആ നമസ്കാരം വാക്കുകൊണ്ട് കൂടി നമസ്കരിക്കുകയാണ്. എങ്ങനെയാണ് നമസ്കരിക്കുന്നത്? അടുത്ത ശ്ലോകം 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ കൃഷ്ണായ നമഃ നമഃ. നമോ നമഃ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നമിക്കുന്നു എന്നർത്ഥം. ആരെ? വാസുദേവായ, വസുദേവന്റെ മകനായ ശ്രീകൃഷ്ണനെ. പിന്നെയോ ദേവകീനന്ദനായ, ദേവകിയുടെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണനെ. ഭഗവാൻ പുത്രഭാവത്തിൽ വസുദേവരെയും ദേവകിയെയും അനുഗ്രഹിക്കുകയുണ്ടായി. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതിം പരാം എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ സ്നേഹിക്കുകയും ബ്രഹ്മഭാവത്തിൽ എന്നെ സ്മരിക്കുകയും ചെയ്യുന്നതിലൂടെ പരമമായ ഗതിയെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ആ വസുദേവരും ദേവകിക്കും ഭഗവാൻ അനുഗ്രഹിച്ചത് എന്താണ്? പുത്രഭാവത്തിൽ ഭഗവാനെ ലാളിക്കാനുള്ള, ഭഗവാനെ ഭജിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് അവരിൽ കാരുണ്യം കാണിച്ചു. അതുകൊണ്ട് അവർ പരമഭാഗ്യവന്മാരാണ്. അതുകൊണ്ട് അവരെ കൂടി സ്മരിച്ചുകൊണ്ടാണ് ഇവിടെ കുന്തിദേവി തൻ്റെ തന്നെ സഹോദരനായ വസുദേവരെ സ്മരിച്ചുകൊണ്ടാണ് ഭഗവാനെ വാസുദേവായ നമഃ, ദേവകീനന്ദനായ നമഃ, ദേവകിയുടെയും വസുദേവൻ്റെയും പുത്രനായിട്ടുള്ള ഭഗവാനെ, ദേവകിയെ നന്ദനം ചെയ്ത് ദേവകിയെ നന്ദിപ്പിച്ച സന്തോഷിപ്പിച്ചവനായിട്ടുള്ള ഭഗവാനെ, നന്ദഗോപകുമാരായ, നന്ദഗോപരുടെ കുമാരനായിട്ടുള്ള 11 വർഷക്കാലം ദേവകിക്കും വസുദേവർക്കും ഭഗവാനെ ലഭിച്ചില്ല. ഭഗവാന്റെ ബാലലീലകൾ അങ്ങേയറ്റം ആകർഷകമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ സുന്ദര സ്വരൂപത്തെയും ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ദിവ്യലീലകളെയും കണ്ട് ആസ്വദിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് നന്ദഗോപരും യശോദയും. അതുകൊണ്ട് നന്ദഗോപർക്കും മഹാഭാഗ്യം കൈവന്നു. ആ നന്ദഗോപൻ്റെയും കുമാരനായിട്ടുള്ള ആ ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാനെ, ആ ഗോവിന്ദനെ, ഗോവിനെ പാലനം ചെയ്യുന്നവനെ. ഗോശബ്ദത്തിന് അനേക അർത്ഥമുണ്ട്. വേദം എന്നർത്ഥമുണ്ട്, ഇന്ദ്രിയം എന്നർത്ഥമുണ്ട്, പശുക്കൾ എന്നർത്ഥം പ്രസിദ്ധമാണ്. അതുപോലെ പ്രകാശം എന്നർത്ഥമുണ്ട്, ഭൂമി എന്നർത്ഥമുണ്ട്. ഇങ്ങനെ ഭഗവാൻ ഇതിൻ്റെയൊക്കെ തന്നെ രക്ഷകനാണ്. ഗോവിനെ വിന്ദനം ചെയ്യുന്നവനാണ്, പശുവിനെ പാലിക്കുന്നവനാണ്, ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്, ഭൂമിയുടെ രക്ഷകനാണ്, പ്രകാശത്തെ ആളാണ്. ഭഗവാനാണ് പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യന് ഗോപതി എന്ന പേരുള്ളത്. പ്രകാശത്തിൻ്റെ അധിഷ്ഠാതാവ് ഭഗവാനാണ്. വേദങ്ങളെ രക്ഷിക്കുന്നവനാണ്, വേദങ്ങളെ രക്ഷിക്കാനാണ് ഭഗവാൻ അവതരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഗോവിന്ദനാണ്. ആ ഗോവിന്ദനായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമിക്കുന്നു. ഇവിടെ ഒരാളെ വിട്ടുപോയിട്ടുണ്ടല്ലോ, യശോദയെ വിട്ടുപോയിട്ടുണ്ടല്ലോ എന്നാണെങ്കിൽ, ദേവകി എന്ന നാമം യശോദയുടെയും പേരാണ് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ തന്നെ ഗോപികമാർ അവരുടെ ഭഗവത് സ്തുതിയിൽ ഭഗവാനെ ദേവകീ ജഠരഭൂരുടുരാജ, ദേവകിയുടെ വയറാകുന്ന ആകാശത്തിൽ
ദേവകീ ജഠരമാകുന്ന ആകാശത്തിൽ പ്രകാശിക്കുന്ന ചന്ദ്രൻ എന്ന് ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഗോപികന്മാർക്ക് ഈ മധുരയിലുള്ള മധുരയിലുള്ള വസുദേവരുടെ പത്നിയായ ദേവകിയുടെ മകനാണ് എന്നറിയാതെ തങ്ങളുടെ രാജ്ഞിയായിട്ടുള്ള യശോദയെ തന്നെയാണ് അവിടെ ദേവകി എന്ന് വിശേഷിപ്പിച്ചത് എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ ഈ ദേവകി ഭഗവാന് ജന്മം നൽകിയതുപോലെ തന്നെ യശോദയും ഭഗവാന് ജന്മം നൽകിയിട്ടുണ്ട്. 2 അവതാരങ്ങൾ ഒരേ സമയം ഉണ്ടായി. ജായമാനെ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ. ദേവകിൽ സർവഗുഹാശയനായ വിഷ്ണു അവതരിച്ചപ്പോൾ ജനാർദ്ദന ഭഗവാൻ ഗോലോകനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ യശോദയിലും ജനിച്ചു. അതിനുശേഷം ആ 2 അവതാര ശക്തികളും ഒന്നിച്ചു ചേർന്നു എന്ന് ഭഗവാന്റെ അവതാര ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിരവധി മഹാത്മാക്കൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യശോദയും ആ ദേവകീ നന്ദനൻ എന്ന ആ നാമം കൊണ്ട് യശോദാനന്ദനൻ എന്നുകൂടി അർത്ഥത്തെ നമുക്ക് ഗ്രഹിച്ചെടുക്കാം എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, യശോദയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഒരു ശ്ലോകത്തിൽ ഇനി പ്രത്യേകം പറയാൻ പോകുന്നുണ്ട്. വരാനിരിക്കുന്ന ഒരു ശ്ലോകത്തിൽ യശോദയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തെ കുന്തിദേവി വളരെ മനോഹരമായിട്ട് അവിടെ അനുസ്മരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ യശോദയെ ഒഴിവാക്കിക്കൊണ്ട് 3 പേരുടെ കാര്യം പറഞ്ഞത്. ഏതായാലും ഭഗവാന്റെ ദിവ്യമായ നാമങ്ങളെ പറഞ്ഞുകൊണ്ട് കുന്തിദേവി അവിടെ ഭഗവാനെ നമസ്കരിക്കുകയാണ്. വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. 22ാമത്തെ ശ്ലോകം നോക്കുക. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. വീണ്ടും ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ ആ സ്വരൂപത്തിൻ്റെ ഭഗവാന്റെ രൂപ സൗന്ദര്യത്തെ സ്മരിച്ചുകൊണ്ട് ആണ് ഭഗവാന്റെ ആ ഒരു സൗന്ദര്യത്തെ, അത്യത്ഭുതകരമായ സൗന്ദര്യത്തെ സ്മരിച്ചുകൊണ്ടാണ് കുന്തിദേവി നമസ്കരിക്കുന്നത്. പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമഃ പങ്കജാഘ്രയേ തേ നമഃ. പങ്കജനാഭനായിക്കൊണ്ട് നമസ്കാരം, മാലിക്കായിക്കൊണ്ട് നമസ്കാരം, പങ്കജനേത്രനായിക്കൊണ്ട് നമസ്കാരം, പങ്കജാഘ്രിക്കായിക്കൊണ്ട് നമസ്കാരം. പങ്കജനാഭായ, പങ്കജനാഭൻ, പത്മനാഭൻ എന്ന് ഭഗവാന് പേര് വരാൻ കാരണം പങ്കജം നാഭൗ യസ്യ സ പങ്കജനാഭ. ഭഗവാന്റെ നാഭിയിൽ നിന്നും പങ്കജം ഉണ്ടായി, അല്ലെങ്കിൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും പങ്കജം ഉൽപ്പന്നമായി. സൃഷ്ടിയുടെ ആ ക്രമത്തിൽ ആദ്യം ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമരപുഷ്പം വിരിഞ്ഞു വന്നു. അതാണ് സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് ഉദയം കൊണ്ടത് എന്ന് ഭാഗവതവും മറ്റു പുരാണങ്ങളും പറയുന്നു. അതുകൊണ്ട് ഭഗവാനെ പങ്കജനാഭൻ, പത്മനാഭൻ എന്ന് പറയുന്നു. അതുപോലെ ഭഗവാൻ പങ്കജമാലി എന്ന പേര് ഭഗവാൻ എങ്ങനെ വന്നു? പങ്കജാനം മാല അസ്തി യസ്യ സഹ പങ്കജമാലി. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ പങ്കജം കൊണ്ടുള്ള മാല ചാർത്തിയത് കൊണ്ട് ഭഗവാൻ പങ്കജമാലി. ആ പങ്കജത്തിൻ്റെ താമരമാല ചാർത്തിയിട്ടുള്ളവനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. പിന്നീട് പങ്കജ നേത്രായ നമഃ. പങ്കജവത് പ്രസന്നേ നേത്രേ യസ്യ. പങ്കജത്തെ പോലെ, താമര പോലെ പ്രസന്നമായ കണ്ണുകളുള്ളവൻ പങ്കജനേത്രൻ, പത്മാക്ഷൻ, രാജീവലോചനൻ, താമരക്കണ്ണൻ എന്നൊക്കെ ഭഗവാനെ പറയാനുള്ള കാരണം ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്, താമര പോലെ ഭഗവാന്റെ കണ്ണുകൾ പ്രസന്നമാണ്. വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ ഒരു പ്രസന്നത ഭഗവാന്റെ കണ്ണുകളിൽ എന്നുമുണ്ട്. ഭഗവാന്റെ കണ്ണുകളിൽ വിഷാദമോ അല്ലെങ്കിൽ ഉദ്വേഗമോ ഭയമോ ഒന്നുമില്ലാതെ എന്നും പ്രസന്നമായിരിക്കുന്ന, പ്രസന്ന ചിത്തവും അതുപോലെ പ്രസന്നമായ കണ്ണുകളുമാണ് ഭഗവാനുള്ളത്. അതുകൊണ്ട് താമര പോലെ പ്രസന്നമായതുകൊണ്ട് ഭഗവാനെ പങ്കജനേത്രൻ, പങ്കജാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. അങ്ങനെയുള്ള പങ്കജനേത്രനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അതുപോലെ പങ്കജാഘ്രി എന്ന് വെച്ചാൽ പങ്കജാങ്കിതവും അഘ്രീ യസ്യ സഹ പങ്കജാഘ്രി. അഘ്രി എന്ന് വെച്ചാൽ പാദം. ഭഗവാന്റെ പാദങ്ങൾ, 2 പാദങ്ങളിലും പങ്കജത്തിൻ്റെ താമരയുടെ മനോഹരമായ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനെ പത്മപാദ, ഭഗവാനെ
കമലചരണൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പല രീതിയിൽ. താമരയുടെ പര്യായ വാചകങ്ങളായിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഭഗവാൻ പങ്കജാംഘ്രിയാണ്. അങ്ങനെ ഭഗവാന്റെ ആ 4 തരത്തിലുള്ള രൂപത്തെ ആണ് കുന്തിദേവി ഇവിടെ നമസ്കരിക്കുന്നത്. ഭഗവാനോടുള്ള അപാരമായ സ്നേഹത്തെ, അപാരമായ ആ പ്രേമത്തെ പ്രകടിപ്പിക്കുന്നവരൊക്കെ തന്നെ ഭഗവാന്റെ സൗന്ദര്യത്തെ വാഴ്ത്തും. സുന്ദരനായ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം. നാരായണീയത്തിലെ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും സുന്ദരമായ വസ്തുക്കളിൽ വെച്ച് സുന്ദരമായിരിക്കുന്ന വസ്തുവാണ് ഭഗവാൻ. ആ സൗന്ദര്യത്തെ എന്നും ഭഗവാനെ ഭജിക്കുന്ന ആളുകൾ സ്മരിക്കാറുണ്ട്. അതാണ് കുന്തിദേവി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ നമസ്കരിക്കുന്നവർക്ക് ഭഗവാനിൽ നിന്ന് കിട്ടുന്നതായ അനുഗ്രഹവിശേഷം എന്തൊക്കെയാണ് അത് സ്മരിക്കുകയാണ്. തനിക്ക് കിട്ടിയ ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ് കുന്തിദേവി ഇവിടെ അടുത്ത ശ്ലോകത്തിൽ. 23-ാമത്തെ ശ്ലോകത്തിൽ കുന്തിദേവി പറയുന്നു, യഥാ ഹൃഷീകേശ ഖലേന ദേവകീ കംസേന രുദ്ധാതിചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപദ്ഗണാത്. ഹേ ഹൃഷീകേശ, ഖലേന കംസേന രുദ്ധ അതിചിരം ശുചാർപ്പിത ദേവകീ യഥാ വിമോചിത തഥാ ഹേ വിഭോ സഹാത്മജ അഹം ച നാഥേന ത്വയാ ത്വയാ നാഥേന ഏവ വിപദ്ഗണാത് മുഹുഹു വിമോചിത. ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ ദുഃഖങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. അങ്ങനെ മോചിപ്പിച്ചതിൻ്റെ 2 ഉദാഹരണങ്ങളാണ് ഇവിടെ കുന്തിദേവി അവതരിപ്പിക്കുന്നത്. ഒന്ന്, ഹേ ഹൃഷീകേശ എന്ന് വിളിച്ചുകൊണ്ട്, ഹൃഷീകങ്ങളുടെ നാഥനായിരിക്കുന്ന, ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന, ഇന്ദ്രിയങ്ങളെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവനായ അല്ലയോ ഭഗവാനെ. ഖലനായ ദുഷ്ടനായ കംസനാൽ രുദ്ധ തടഞ്ഞു വയ്ക്കപ്പെട്ടവളായ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവളായ, അതിചിരം ശുചാർപ്പിത ദീർഘകാലം ദുഃഖം സഹിച്ചുകൊണ്ട് ജീവിച്ചവളായ ദേവകി, വസുദേവ പത്നിയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ മാതാവായിട്ടുള്ള ദേവകീ ദേവി, യഥാ വിമോചിത എങ്ങനെയാണോ വിശേഷമായിട്ട് മോചിക്കപ്പെട്ടത്. ഭഗവാനാണ് ദേവകീ ദേവിയെ മോചിപ്പിച്ചത്. കംസനെ കൊന്നിട്ട് കാരാഗൃഹത്തിൽ നിന്നും അമ്മയെയും അച്ഛനെയും രക്ഷിച്ചു. അത് ദേവകീ ദേവി മാത്രമല്ല രക്ഷപ്പെട്ട് മോചിക്കപ്പെട്ടത്, വസുദേവരും മോചിക്കപ്പെട്ടു എന്നിരിക്കലും ആ ദേവകിക്കും കുന്തിക്കും തമ്മിൽ ഒരു സാദൃശ്യമുണ്ട്, ഒരു സമാനതയുണ്ട്. 2 പേരും സ്ത്രീകളാണ് എന്നുള്ളത്, 2 പേരും അമ്മമാരാണ് എന്നുള്ള കാര്യം. മക്കളോടൊപ്പമാണ് കുന്തിയും പലതരത്തിലും ദുഃഖങ്ങൾ അനുഭവിച്ചത്. ദേവകിക്കും ആ രീതിയിൽ കുട്ടികളെ കൊണ്ടുള്ള ദുഃഖമാണ് ഏറ്റവും കൂടുതലുണ്ടായത്. അപ്പോൾ ഇവിടെ അങ്ങനെ ദീർഘകാലം ശോകം അനുഭവിച്ച ദേവകീ ദേവിയെ കംസനാൽ അവരോധിക്കപ്പെട്ട്, കംസനാൽ തടയപ്പെട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ആ ദേവകീ ദേവി എങ്ങനെയാണോ അങ്ങയാൽ മോചിക്കപ്പെട്ടത്, തഥാ അതേപോലെ അല്ലയോ വിഭോ, അല്ലയോ സർവേശ്വരനായ ഭഗവാനെ, സഹാത്മജ അഹം ച ത്വയാ നാഥേന ഏവ വിപദ്ഗണാത് വിമോചിത. സഹാത്മജ ആത്മജൈ സഹ, പുത്രന്മാരോടൊപ്പം ഞാനും നാഥനായിരിക്കുന്ന, എല്ലാവർക്കും അഭയം നൽകുന്നവനായ, എല്ലാവർക്കും ശരണമായിരിക്കുന്ന അങ്ങയാൽ എല്ലാ വിപദ്ഗണങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള ആപത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും വീണ്ടും വീണ്ടും മോചിക്കപ്പെട്ടു. അങ്ങയാൽ മോചിക്കപ്പെട്ടു. അങ്ങ് എന്നെ മോചിപ്പിച്ചു. നിരവധി ദുഃഖങ്ങളിൽ നിന്നും എന്നെ അങ്ങ് മോചിപ്പിച്ചു. എന്നെ മാത്രമല്ല, എൻ്റെ കുട്ടികളോടൊപ്പം എന്നെ മോചിപ്പിച്ചു. അതാണ് ദേവികയെ രക്ഷിച്ചതിലും ദേവികയെ മോചിപ്പിച്ചതിലും എന്നെ മോചിപ്പിച്ചതിലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ദേവികയെ രക്ഷിക്കുമ്പോൾ ഭഗവാൻ ദേവകിയെ മാത്രമേ രക്ഷിച്ചുള്ളൂ. ദേവകിയുടെ 6 മക്കളെ രക്ഷിച്ചില്ല. 6 മക്കൾ മരിച്ചതിൻ്റെ ദുഃഖം ജീവിതാവസാനം വരെയും ദേവികയുടെ ഉള്ളിൽ ഏറെയും കുറഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ ദേവകിയുടെ മക്കളെ രക്ഷിച്ചില്ല. പക്ഷേ എന്നെ രക്ഷിക്കുമ്പോൾ, അച്ഛൻ പെങ്ങളായ എന്നെ രക്ഷിക്കുമ്പോൾ ഭഗവാൻ എന്നോടൊപ്പം എൻ്റെ 5 മക്കളെയും രക്ഷിച്ചു. അതുകൊണ്ട് ദേവകീ ദേവിയോടുള്ള കാരുണ്യത്തെക്കാൾ കൂടുതലായിട്ട് എന്നിൽ ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞു എന്ന് ഇവിടെ ഒരു ധ്വനിയുണ്ട് ഈ വരികളിൽ. അപ്പോൾ ദേവകി ഒറ്റക്ക് മോചിക്കപ്പെട്ടപ്പോൾ അഹം സഹാത്മജാ വിമോചിത, ഞാൻ പുത്രന്മാരോടൊപ്പം മോചിക്കപ്പെട്ടു എന്നുള്ളത്
ഭഗവാന്റെ ഒരു അനുഗ്രഹ വിശേഷമായിട്ട് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെന്ത് കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു തരണം എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഭജനമാണ് ഭഗവാൻ എനിക്ക് ഇത് ചെയ്തു തന്നു, എനിക്ക് ഇത്രയും കാലം ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ ഭഗവാൻ എനിക്ക് അനുഗ്രഹം തന്നു, എനിക്ക് വിദ്യാഭ്യാസം തന്നു, എനിക്ക് ജീവിക്കാനുള്ള ധനം ഉണ്ടാക്കി തന്നു, ഭഗവാനെ ഭജിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. ഭഗവാൻ തന്ന കാര്യങ്ങളെയാണ് നമ്മൾ പറയേണ്ടത്. ഭഗവാൻ തരേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യം വാസ്തവത്തിലില്ല. കാരണം എന്താണ്? ഭഗവാന് ഭക്തനെ കുറിച്ച് എല്ലാം അറിയാം. ഭഗവാന് ഭക്തൻ്റെ ദുഃഖങ്ങളെ അറിയാം. ഭക്തൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഭഗവാന് അറിയാം. ഉള്ളിലുള്ളതിനെ അറിഞ്ഞ് ഭഗവാൻ നൽകുന്നു. അതാണ് ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഭഗവാൻ തന്നതിനെ നമ്മൾ സ്മരിക്കുക. ഭഗവാൻ തന്നത് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൃതജ്ഞതയാണ്. ഗോഡ് ഗീവ്സ് ആൻഡ് ഫോർഗിവ്സ്, മാൻ ഗെറ്റ്സ് ആൻഡ് ഫോർഗെറ്റ്സ് എന്ന് ചിന്മയാനന്ദ സ്വാമികൾ ഒരു ഭാഷത്തിൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. മനുഷ്യൻ ഭഗവാനിൽ നിന്ന് ഗെറ്റ്സ് ആൻഡ് ഫോർഗെറ്റ്സ്, ഭഗവാനിൽ നിന്ന് എല്ലാം നേടുകയും എന്നിട്ട് ഭഗവാനെ മറക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് മനുഷ്യർക്കുള്ളതെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഗോഡ് ഗീവ്സ് ആൻഡ് ഫോർഗിവ്സ്. ഭഗവാൻ നമുക്കെല്ലാം നൽകുകയും നമ്മുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം നൽകുകയും നമ്മുടെ കുറ്റങ്ങൾ പൊറുക്കുകയും ചെയ്യുന്ന ഭഗവാനെ നമ്മൾ കൂടുതൽ തീവ്രമായിട്ട് ഭജിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഭഗവാനോട് നമുക്ക് കൃതജ്ഞതയല്ലേ ഉണ്ടാകേണ്ടത്? ഭഗവാനോട് നമ്മൾ നന്ദി പറയുകയല്ലേ വേണ്ടത് എന്നാണ് അവിടെ സ്വാമിജി ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കുന്തിദേവിയും തനിക്ക് ഭഗവാൻ നൽകിയ ആ അനുഗ്രഹത്തെ, ഇതുവരെ ചെയ്ത രക്ഷണങ്ങളെയൊക്കെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഭഗവാനോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. നിരവധി ആപത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം അതിൻ്റെ ഏതൊക്കെ അപകടങ്ങളിലാണ് രക്ഷിച്ചത് എന്ന് പറയുന്നു അടുത്ത ശ്ലോകങ്ങളിലൂടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.